തൃശൂർ കൊടകരയിലെ രാവിലെയാണ് കെട്ടിടം തകർന്ന് 3 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യമുണ്ടായത്. പശ്ചിമബംഗാൾ സ്വദേശികളാണ് മരിച്ചത്. വൈകുന്നേരമായപ്പോഴേക്കും 6:30 ആയപ്പോഴേക്കും മറ്റൊരു കെട്ടിടം കൂടി അവിടെ തകർന്നു വീണു. കുന്നംകുളത്താണ് കെട്ടിടം തകർന്നു വീണത്. സൂരജ് അങ്ങോട്ടേക്കുള്ള യാത്രയിലുമാണെന്ന് തോന്നുന്നു. സൂരജ്, ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? ഇതും നേരത്തെ കൊടകരയിലെ കെട്ടിടം പോലെ പടക്കം ചെന്ന കെട്ടിടം തന്നെയാണോ? ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നു വീണോ ഈ കെട്ടിടവും? സൂരജ്, ഹഷ്മി, കഴിഞ്ഞ ഏതാനും ദിവസമായി തൃശ്ശൂരിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. അതിനിടയിലാണ് ഈ കാലപ്പഴക്കം മൂലം ഈ കൊടകരയിൽ ഇന്ന് രാവിലെ ഈ കെട്ടിടം തകർന്നു വീഴുന്നത് 3 അതിഥി തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വൈകുന്നേരമാകുമ്പോഴേക്കും കുന്നംകുളത്തും സമാനമായ ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും ഈ കെട്ടിടം തകരുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. വൈകുന്നേരം 6:39 കൂടിയാണ് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ഇരുനില കെട്ടിടം തകർന്നു വീഴുന്നത്. അത് വലിയ തിരക്കേറിയ റോഡാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കുന്നംകുളം പാതയിൽ ഈ കുറ്റിപ്പുറം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വടക്കാഞ്ചേരി വഴിയാണ് കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഏറെ തിരക്കേറിയ പാതയാണ്. ആ പാതയിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ സമയം കെട്ടിടം തകർന്നു വീഴുന്ന സമയത്ത് വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. പക്ഷേ ഈ പ്രധാന പാതയിലേക്കാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുന്നംകുളം പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ടാണ് ഈ കെട്ടിടാവശിഷ്ടം ഇപ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. ആഷ്മി, ഓക്കെ. ഒരു കെട്ടിടം കൂടി തകർന്നു വീണു. അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആരും അതിനിടയിലില്ല എന്നാണ് കരുതുന്നത്. ഭാഗ്യം, അത് ആരുമില്ലാത്ത കാരണമാണ് വലിയ ദുരന്തം ഒഴിവായത്.